ഇന്ദ്രൻ ചേട്ടൻ ഉം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ 4 സിനിമയിൽ ഓൾറെഡി അഭിനയിച്ചു. ആ. ഇപ്പൊ അടുത്ത വരാൻ പോണ സിനിമയിലുണ്ട്. അടുത്ത 2 സിനിമയിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിനോട് പറഞ്ഞ് കഥയൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാലാണ്. പക്ഷെ നമ്മളുടെ ഒരു ഇതിൽ ലിസ്റ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു ഒരു തലവേദന ഇല്ലാതെ ഈ പറയുന്ന രീതിയിൽ ഭംഗി വേറെ അതായത് ഒരു ഒരു സാലറി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒന്നുമില്ലാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്തിട്ട് പോകണം. ഇതേപോലത്തെ ഇന്ദ്രചേട്ടനെ പോലത്തെ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട്. നല്ല നല്ല റിലേഷൻ കീപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതിൽ ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട്, അതായത് ഇനിയും ലൈഫിൽ സിനിമ ചെയ്യൂലെന്ന് തീരുമാനിച്ചാക്കണം ആൾക്കാരുണ്ട് ഇതിൽ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയധികം പ്രശ്നങ്ങളായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കില്ല എന്തിനാണ് ഇതിന് പോകേണ്ടത്. അതെ അതെ. അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ എല്ലാത്തിനും കൂടി ഒരു ഒരു ആകത്തുകയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഏത് ലാംഗ്വേജിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതേപോലെ പിന്നെ ഓരോരുത്തരുടെ ബേസിക് സ്വഭാവം ഉണ്ടല്ലോ. ഇപ്പം ചെറുപ്പത്തിലൊടുങ്ങി അങ്ങനത്തെ ഒരു സ്വഭാവം വന്ന് പിന്നെ ഇത്രയധികം ഈ പറയുന്ന പണവും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സമ്പത്തും ബാക്കിയുള്ള എല്ലാവിധ സൗകര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അവരുടെ സ്വഭാവം എന്ത് വേണമെങ്കിലും എന്താ വെച്ച് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആൾക്കാരുണ്ടാവും. അവർ ഈ പറയുന്ന സെൽഫി എടുക്കാനായിട്ട്, അല്ലെങ്കിൽ അവർ സെൽഫി എടുത്തില്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഈ പറയുന്ന നമ്മളായാലും ചിലപ്പോൾ നാളെ അഹങ്കാരം കയറാം.